പരിപ്പുവട ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ ഒരു പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഒരു 1.5 കപ്പ് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ അരഞ്ഞു പോകരുത്. ഇതുപോലെ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ചെറുതായി അരിഞ്ഞ കുറച്ച് സവോള, എരിവിന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതുപോലെ ഒരു ചെറിയ ഉരുളകളായിട്ട് നമ്മൾ പരിപ്പുവടയുടെ മാവെടുത്ത് കൈവച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്ത് നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പരിപ്പുവട ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മുകൾ വശം പെട്ടെന്ന് ക്രിസ്പി ആവും, ഉള്ളൊട്ടും വെന്തിട്ടും ഉണ്ടാവില്ല. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് പരിപ്പുവടയും ഒരു ചൂട് ചായ ഉണ്ടെങ്കിൽ ആർക്കാ കൊതിയാവാത്ത അല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യണേ.